Today we have discussed about the topic consumer behavior. Consumer behavior ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കൺസംഷൻ ആണ്. The satisfaction of our wants by the use of commodities and services. അതായത് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അല്ലെ ഓരോ ഇൻഡിവിജ്വലും അവരുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസും സർവീസസും ഒക്കെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺസംഷൻ എന്ന് പറയാം. ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ മാത്രമേ അയാൾക്ക് അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യുന്നത് അല്ലേ. ഒരു കമ്മോഡിറ്റിയുടെ കൺസംഷനിലൂടെ മാത്രമാണ് അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കൺസംഷൻ എന്ന് പറയുന്നത് എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും ബിഗിനിങ്ങും എൻഡും കൺസംഷനാണ്. കൺസംഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻസ് ഉള്ളൂ അല്ലേ. പ്രൊഡക്ഷൻ സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ പുഷ് എന്ന് പറയുന്നത് കൺസംഷനാണ്. ആളുകൾ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ പ്രൊഡക്ഷനെ ഡയറക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും പ്രൊഡക്ഷൻ എത്രത്തോളം വേണം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ അങ്ങനെയുള്ള ഡിറ്റർമിനേഷൻസ് എല്ലാം എടുക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? കൺസംഷൻ്റെ ബേസിലാണ്. അപ്പോൾ കൺസംഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇക്കണോമിക്സ് അല്ലെ. ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസംഷൻ. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസംഷൻ നോക്കാം. കൺസംഷൻ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് കൺസംഷനും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കൺസംഷനും. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ഒന്ന് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നു, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കൺസംഷൻ. കൺസംഷൻ ഈസ് നോൺ ആസ് ഡയറക്റ്റ്. ഡയറക്റ്റ് കൺസംഷനെ നമുക്ക് പറയാം ഫൈനൽ കൺസംഷൻ. ഡയറക്റ്റായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാൻ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു, അവിടെ വേറൊരു ഇൻ്റർമീഡിയറി ഇല്ല. ഫൈനൽ ആയിട്ടുള്ള കൺസംഷനാണ്. വെൻ ദ ഗുഡ്സ് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് ഡയറക്റ്റ്ലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി. ഗുഡ്സ് ഹ്യൂമൻ വാണ്ട്സിനെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം കൺസംഷൻ ഡയറക്റ്റ് ആണ്. ഓക്കെ. രണ്ടാമത്തെ കേസ് കൺസംഷൻ ഇൻഡയറക്റ്റ് കൺസംഷൻ ആണ്. കൺസംഷൻ ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ഓർ പ്രൊഡക്റ്റീവ് കൺസംഷൻ വെൻ ദ ഗുഡ്സ് ആർ നോട്ട് മെൻറ്റ് ഫോർ ഫൈനൽ കൺസംഷൻ. ഗുഡ്സ് ഒരിക്കലും ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ടായിരിക്കില്ല യൂസ് ചെയ്യുക, ഇൻഡയറക്റ്റ് ആണ്. ബട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്, മറ്റേതെങ്കിലും ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വേറൊരു ഗുഡിൻ്റെ ഒരു ഫൈനൽ ഗുഡായിട്ട് മാറേണ്ട ഒരു ഗുഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്കതിനോട് പറയാം ഇൻഡയറക്റ്റ് കൺസംഷൻ. അതൊരു ഫൈനൽ ഗുഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വിച്ച് വിൽ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് ഇൻഡയറക്റ്റ്ലി. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗുഡാണെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ആ കൺസംഷൻ നമുക്ക് പറയാം ഇൻഡയറക്റ്റ് കൺസംഷൻ. ഇൻഡയറക്റ്റ് കൺസംഷന് വേറൊരു പേര് പറഞ്ഞു, പ്രൊഡക്റ്റീവ് കൺസംഷൻ. ഓക്കെ. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് കൺസംഷനാണ് കണ്ടത്, ഡയറക്റ്റ് കൺസംഷനും ഇൻഡയറക്റ്റ് കൺസംഷനും. ഡയറക്റ്റ് കൺസംഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഫൈനൽ കൺസംഷൻ. ഇൻഡയറക്റ്റ് കൺസംഷൻ ഈസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്റ്റീവ് കൺസംഷൻ. ഡയറക്റ്റ് കൺസംഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാണ്. ഇൻഡയറക്റ്റ് കൺസംഷനിൽ ഇൻഡയറക്ട്ലി സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. നെക്സ്റ്റ് കൺസ്യൂമർ. ആരാണ് ഒരു കൺസ്യൂമർ? ആരെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്? എ കൺസ്യൂമർ ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് ദ വൺ ഹു പേയ്സ് ടു കൺസ്യൂം ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സെല്ലർ അല്ലേ. ഒരു സെല്ലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് പേ ചെയ്തുകൊണ്ട് അതിന് എത്രയാണോ അതിൻ്റെ പ്രൈസ് അത് പേ ചെയ്തുകൊണ്ട് കൺസ്യൂം ചെയ്യുന്ന ഓരോരുത്തരും കൺസ്യൂമേഴ്സാണ് അല്ലേ. ഓരോ ഇൻഡിവിജ്വൽസും കൺസ്യൂമേഴ്സാണ്. എ കൺസ്യൂമർ ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് ദ വൺ. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വലിനെയാണ് ഒരു പേഴ്സണെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയാം. ഹു പേയ്സ് ടു കൺസ്യൂം, അയാൾ പേയ്മെൻറ്റ് നടത്തണം അല്ലേ. നമുക്ക് ആരെങ്കിലും വെറുതെ സാധനങ്ങൾ തരുമോ? ഇല്ല. ഹു പേയ്സ് ടു കൺസ്യൂം ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സെല്ലർ. അതിൽ സെല്ലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യുന്ന ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയാം. അപ്പോൾ സെല്ലർ എന്ന് പറയുന്നത് ഒരു കമ്പനി ആവാം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം. എ കൺസ്യൂമർ ക്യാൻ ബി എ പേഴ്സൺ. കൺസ്യൂമർ ഒരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം. ജനറലി കാറ്റഗറൈസ്ഡ് ആസ് ആൻ എൻഡ് യൂസർ ഫോർ എ പ്രോഡക്റ്റ് ഗുഡ് ഓർ സർവീസ്. അപ്പോൾ കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരു എൻഡ് യൂസറാണ്. ഒരു ഗുഡ് അല്ലെങ്കിൽ സർവീസിൻ്റെ എൻഡ് യൂസറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺസ്യൂമർ. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി കാണും. രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഒന്ന് കൺസംഷൻ, കൺസംഷൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് കൺസംഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ടത് കൺസ്യൂമർ ആണ്. കൺസ്യൂമർ എന്ന് പറയുന്നത് ആരെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയാം? അതൊരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ ആവാം.
അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.